എല്ലാവർക്കും പാർട്ട് 3ലേക്ക് സ്വാഗതം. അപ്പോൾ പാർട്ട് 1ഉം 2ഉം കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പോയിട്ട് കാണുക. അപ്പോൾ ഞാനിവിടെ ഒരു ബ്രൗൺ ഫോണ്ടൻ്റ് എടുത്തിട്ട് ഇതുപോലുള്ളൊരു റൗണ്ട് ഫോണ്ടൻ്റ് കട്ടർ ഉപയോഗിച്ചിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലുള്ള ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് പ്രസ് ചെയ്തിട്ട് വലിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ കിട്ടും. ഇതിനുശേഷം ചെവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യെല്ലോ ഫോണ്ടൻ്റ് വളരെ ചെറിയൊരു അളവിലെടുത്തിട്ട് ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഉരുട്ടിയെടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് വീണ്ടും ഒരു ഫോണ്ടൻ്റ് ടൂൾ എടുത്തിട്ട് അതിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ ഏകദേശം ചെവിയുടെ ഒരു ഷേപ്പായിട്ട് വരും. ഇത് ഒരു പോയിൻ്റ് ബ്രഷിൽ വാട്ടർ നനച്ചിട്ട് ചെവിയുടെ അവിടെയായിട്ട് വെച്ച് കൊടുക്കാം. ഇതിന് തന്നെ രണ്ട് ഭാഗത്തും ചെവിക്ക് വേണ്ടിയിട്ടുള്ള പോയിൻ്റ് അടയാളപ്പെടുത്തുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ഫോണ്ടൻ്റ് എടുത്തിട്ട് അവിടെ പ്രസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ബോഡിയുടെ നടുവിലായിട്ട് ചെറിയൊരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ നേരിയ ടൈപ്പ് വുഡിൻ്റെ സ്റ്റിക്കോ കുത്തി കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഹെഡിൻ്റെ ഭാഗത്തേക്കും കൂടി നീളം നോക്കിയിട്ട് വേണം കുത്തി കൊടുക്കാൻ. ശേഷം നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു റൗണ്ട് ഭാഗം വെള്ളം നനച്ചിട്ട് ഈ ഒരു ഹെഡിൻ്റെ ഭാഗം അതിൻ്റെ നടുക്കായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് രണ്ടും ഒരുമിച്ച് ഈ ഒരു സ്റ്റിക്കിലേക്ക് കുത്തിയിറക്കുക. എനിക്കിതുപോലുള്ള ഫോണ്ടൻ്റ് ഡെക്കറേഷനൊക്കെ ഉണ്ടാക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ എനിക്കത്ര അറിയില്ല. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും ചെറിയൊരു ബ്രൗൺ ഫോണ്ടൻ്റ് എടുത്തിട്ട് നെറ്റിയുടെ അവിടെയായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ സിംഹം ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് മാജിക് കളേഴ്സിൻ്റെ ബ്ലാക്ക് ജെൽ കളർ എടുത്തിട്ട് നമ്മൾ പീലിയും പുരുകവും ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഇത്. വളരെ നേരിയ രീതിയിൽ മാത്രമേ പീലിയും പുരുകവും ഒക്കെ വരഞ്ഞു കൊടുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും ശ്രദ്ധിച്ചിട്ട് വേണം വരഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. വരഞ്ഞു കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. പക്ഷേ അത് വരഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക ഒരു ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ സിംഹത്തിന് ഒരു വാല് കൂടി വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് യെല്ലോ കളർ ഫോണ്ടൻ്റ് നീളത്തിലൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. വാലിൻ്റെ അറ്റത്ത് ബ്രൗൺ കളർ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനൊരു ഒറിജിനാലിറ്റി തോന്നിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ താടിയിലൊക്കെ ചെയ്തതുപോലെ ഇതുപോലെ ടൂൾസ് എടുത്തിട്ട് വരയിട്ടിട്ടാണ് വാലിൻ്റെ അറ്റം ചെയ്ത് കൊടുക്കുന്നത്. ഞാനൊരു തുടക്കക്കാരി ആയതുകൊണ്ട് മൈക്രോഫോണൊന്നും ഇല്ലാതെയാണ് വോയിസൊക്കെ റെക്കോർഡ് ചെയ്യുന്നത്. അതിൻ്റെ അപാകതകളുണ്ടാവും. പറ്റുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കതൊക്കെ ശരിയാക്കി എടുക്കാം. ഇതുപോലുള്ള ഫോണ്ടൻ്റ് ഡെക്കറേഷൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് ഫിഗേഴ്സ് ഒന്നും കിട്ടില്ല. അതുകൊണ്ടാണ് ഗ്ലൗസ് സ്കിപ്പ് ചെയ്തത്. നമ്മൾ കളർ മിക്സ് ചെയ്യുമ്പോൾ ഗ്ലൗസ് ഇട്ടിട്ടാണ് കുഴച്ചെടുക്കുന്നത്. അതിനുശേഷമാണ് ഗ്ലൗസ് റിമൂവ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.